നമ്മൾ ജീവിക്കുന്ന കാലത്ത് ആരെങ്കിലെയൊക്കെ സ്നേഹിച്ച് ജീവിക്കണം അല്ലേ? ചേട്ടന്റെ കല്യാണം കഴിഞ്ഞോ? കല്യാണം കഴിഞ്ഞാന്ന് ഇല്ലേ? എത്ര വയസ്സുണ്ട്? എനിക്കോ 29. കല്യാണാലോചന വല്ല ആയോ? ഇത് ഉറപ്പില്ലേ സെറ്റാവും? പിന്നെ ആലോചിക്കണം എന്താ അറിയാം, കുറച്ചു നാള് മുന്നേ ഈ അപ്പൂപ്പ മരിച്ചിരുന്നെങ്കിലേ അന്നേ അണ്ണനൊരു പെണ്ണ് സെറ്റായാൽ. സത്യം ഈ പെണ്ണിനെ എനിക്കിത് എന്നാ തോന്നി. ഇനി ഏതെങ്കിലും അപ്പൂപ്പൻ ചാവട്ടെ. അല്ല ഉറപ്പില്ലേ, ഇത്രയും അപ്പൂപ്പന്മാർ അടങ്ങും ചാവും. ഞാൻ ഒരു കാര്യം ചോദിച്ചാൽ തെറ്റിദ്ധരിക്കരുത്. കുട്ടിയുടെ പരിചയത്തിലെങ്കിലും നല്ല പെൺപിള്ളേരുണ്ട് എനിക്ക് ആലോചിക്കാൻ. ചേട്ടന് എത്ര വയസ്സായി? 24. 42. കേട്ടില്ല. 42. പരിചയത്തിലിപ്പോ ഒരു കുഞ്ഞമ്മയുണ്ട്. ഡിവോഴ്സാ. മതിയോ? കറക്റ്റായോ? ആ കറക്റ്റ്. ഈ കൊച്ചത്തനെ കുഞ്ഞമ്മ കൊന്നതല്ലല്ലോ. എന്ത്? അല്ലേ ഡിവോഴ്സ് എന്ന് പറഞ്ഞല്ലോ. എന്ത് താല്പര്യമില്ലേ? കാണാൻ സുന്ദരിയാ. നമ്മളൊന്നും മൈൻഡ് പോലും ചെയ്യല്ലോ. ഇത്രയും വർഷം നമ്മളെ മൈൻഡ് ചെയ്തോണ്ട് വല്ലതും നടന്നാ ഇല്ലല്ലേ? ഞാൻ കൊച്ചിനെ മൈൻഡ് ചെയ്തിട്ട് എനിക്ക് നടന്നു. ചേട്ടാ, എന്റെ കുഞ്ഞമ്മയ്ക്ക് വണ്ണമുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലേ ഇതിന്റെ കുഞ്ഞമ്മയ്ക്ക് ജപ്പാനിൽ നിന്ന് സുമോ കുസ്തിക്കാരനെ കെട്ടിച്ചു വിടും. ഒന്നിനെ നീയും കെട്ടു. പിടിച്ചോണ്ടിരിക്കുക മോളെ. സജീവ നിന്നെ എത്ര വിളി വിളിച്ചാ കിട്ടില്ലല്ലോ. എന്നെ എങ്ങനെ കിട്ടായി? എടാ ഞാനും എന്റെ കുടുംബം കൂടെ തൃശ്ശൂർ പോയിരുന്നില്ലേ? എടാ പോയിട്ട് വന്ന് വീട്ടിൽ വന്ന് നോക്കിയപ്പം വീട് കുത്തി തുറന്ന് 25,000 രൂപ എടുത്തോണ്ട് പോയി. കാച്ചിന്ന് മാവും വെട്ടിയിട്ട് പിന്നെ തെങ്ങൊക്കെ പുഴുതിട്ടേക്കണേ. അത് മാത്രമല്ല എന്റെ വീട്ടിൽ ടാർപ്പയും കെട്ടിയിട്ട് മരണം വീടാണ് കാക്കിടാനി. ഒരുത്തനെ കിട്ടിയിട്ടുണ്ട്, വേഷം ചാർത്തിയിട്ടുണ്ട്. ഇവൻ ഞാൻ കൊടുത്തോളാം. ഇവൻ ഞാൻ പോലീസ് സ്റ്റേഷനിലോട്ട് കൊണ്ടുപോയാണ്. ഞാൻ ശരിയാക്കി തരാം നിന്നെ. ഞാൻ ബാക്കിയുള്ളവന്മാരെ ഇവന് കണ്ടറിയാം. ഞാൻ പോലീസ് സ്റ്റേഷനിൽ ഇവനെ കൊണ്ട് ഏൽപ്പിച്ചിട്ടുള്ളേ. ഞങ്ങളെ സഹായം വല്ല വേണോ? ഒരു സഹായം വേണ്ട, ഞാൻ വിളിക്കാം. ശരി ശരി. എന്റെ വായിരിക്കണ കേൾക്കരുത് കേട്ടോ. എന്താ കാര്യം? എന്താ? അതെ നിന്റെ ചേട്ടൻ സജീവൻ വന്നിരുന്നു. നിന്റെ അപ്പനെ കൊണ്ട് നമുക്ക് പെട്ടെന്ന് ചെല്ലാൻ ഇങ്ങനെ കരയാതെ മോളെ. അല്ലല്ല, കരഞ്ഞോണ്ട് തന്നെ പൊക്കോ. ഒരു മരണം നടന്ന നാട്ടുകാരൊക്കെ അറിയട്ടെ. അത് ശരിയാ. വേഗം ചെല്ലു. പോ. ഭയങ്കര ആത്മാർത്ഥന്റെ അനി നിനക്ക്. പിന്നെ കത്തി കേറുവല്ലയോ? കത്തി കാരണം അവിടെ അല്ല, നിന്റെ അടുത്താണ്. അതെ ആ സജീവനോട് ഇപ്പൊ വിളി വന്ന് അവൻ പറഞ്ഞെന്നറിയാമോ? അവന്റെ വീട്ടിൽ ആരാ ടാർപ്പ് കൊണ്ട് കിട്ടിയെന്ന്. നമ്മളല്ലേ? അവിടെ ആരാ കസാര കൊണ്ട് കിട്ടുന്നു. നമ്മളല്ലേ? അവിടെ നിന്ന് മാവാര മുറിച്ചെന്ന്. അത് എവന്റെ നിർബന്ധം. എന്നിട്ട് അവിടുത്തെ തെങ്ങ് മുറിച്ച്. അതും എവനല്ലേ? അത് പോരഞ്ഞിട്ട് അവിടെ നിന്ന് 25,000 രൂപ ആരാ മോട്ടിച്ചെന്ന്. ആ കൊച്ചു അപ്പൂപ്പന്റെ ചടങ്ങ് നടത്താൻ വേണ്ടി തന്നെയല്ലേ? പിന്നല്ലേ അതിന് സജീവന്റെ അപ്പൂപ്പൻ മരിച്ചില്ലെന്നടാ. അപ്പൊ അവിടെ നിന്ന് പൈസ മോട്ടപ്പെടുത്ത് കേസ് കൊടുക്കാൻ പോയിക്കാണ്. എനിക്ക് പോയ സ്റ്റേഷൻ കയറി. ഞാൻ ഇന്ന് വൈകുന്നേരത്തെ വണ്ടി കയറി. ഞാൻ ഹോട്ടലിൽ പോകും. വേണമെങ്കിൽ നീ വരിക. ആരെങ്കിലും വല്ലതും പറയുമ്പോൾ എടുത്ത് ചാടിക്കയറി ചെയ്യണം കേട്ടാ. ഒന്നും നോക്കാതെ കേട്ടോ. പിന്നെ ഇത് ഏത് സജീവ